തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഡീപ്പ് തിങ്കേഴ്സ് ആയിരിക്കും. ഒരുപാട് ആലോചിച്ച് കൂട്ടും. കാര്യങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരുമാണ്. ചെറിയ കാര്യം പോലും ഓവർ ആനലൈസ് ആണ്. കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും. ഇമോഷണൽ ആണ്, പക്ഷെ സീക്രട്ടീവ് ആണ്. പുറത്ത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കാണിക്കും, പക്ഷെ വളരെ സെൻസിറ്റീവ് തന്നെയാണ് നിങ്ങൾ. പെട്ടെന്ന് മൂഡ് മാറിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഹാപ്പി ആണെങ്കിൽ പെട്ടെന്ന് സൈലന്റ്, പെട്ടെന്ന് സാഡ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളുടെ. ഇൻഡിപെൻഡൻസ് സ്ട്രോങ് ആണ്. സ്വന്തം സ്പേസ് എപ്പോഴും വേണം. കൺട്രോൾ അല്ലെങ്കിൽ പ്രഷർ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടില്ല. ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഒരിക്കൽ ഹേർട്ട് ആയാൽ വീണ്ടും വിശ്വസിക്കാൻ സമയം എന്തായാലും എടുക്കും. നല്ല അട്രാക്റ്റീവ് പേഴ്സൺ ആണ്. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും. ആളുകൾക്ക് നിങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വളരെ കൂടുതലാണ്. സ്മൂത്ത് ലൈഫ് വളരെ കുറവാണ്. പെട്ടെന്നുള്ള ചേഞ്ചസ് വളരെ കൂടുതലായിരിക്കും. ഫെബ്രുവരി മാസത്തിൽ കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷർ അല്ലെങ്കിൽ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ജോബ് സെക്യൂരിറ്റി സംബന്ധിച്ചിട്ട് എന്തായാലും നല്ലൊരു ഡൗട്ട് എന്തായാലും നിങ്ങൾക്ക്. ചേഞ്ച് എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ലോണ്, ലയബിലിറ്റി സ്ട്രെസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ എന്തായാലും ഇമോഷണലി മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഡിസ്റ്റൻസും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അവനൊന്ന് മിണ്ടിയാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് നന്നായിട്ട് വന്നു. ഫാമിലി നോക്കുകയാണെങ്കിൽ വീട്ടിൽ ടെൻഷന് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാവും. മൊത്തത്തിലൊരു മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ ആങ്സൈറ്റി എന്തായാലും ഉണ്ടാവും. വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ടുള്ള ആൻസൈറ്റിയാണ്. ലൈഫ് എപ്പോഴാണ് സെറ്റിൽ ആവുക എന്ന തോട്ട് നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും. പക്ഷെ മാർച്ച് മാസത്തിലും അതിൽ വ്യത്യാസമൊന്നും കാര്യമായി കാണുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ പ്രഷർ കൂടത്തേ ഉള്ളൂ. അതോറിറ്റി ആൻഡ് ബോസ് ഇഷ്യൂ എന്തായാലും നല്ല പോസിബിളാണ്. വർക്ക് ലോഡ് നല്ല കൂടുതലായിരിക്കും. മാർച്ച് 15 ശേഷമാണ് എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഇതെന്ന് കാണുകയുള്ളൂ. പുതിയ ജോലി നോക്കുന്നവർക്ക് ഒരു ഇൻ്റർവ്യൂ ചാൻസ് ഒക്കെ ഉണ്ട്. റോൾ ചേഞ്ച് നല്ല രീതിയിൽ പോസിബിളാണ്. ട്രാൻസ്ഫർ ആവാനും സാധ്യതയുണ്ട്. അതായത് ജോലി പോകാൻ സാധ്യത എന്തായാലും ഉണ്ടാവും. ഒരു തീരുമാനം എടുക്കുന്നത് മാർച്ച് 18 ശേഷം ആയിരിക്കണം എന്ന് മാത്രം. ബിസിനസ് നോക്കുകയാണെങ്കിൽ ഉള്ള രീതിയിലൊക്കെ തന്നെ പോവുള്ളൂ. ചെറിയൊരു ഗ്രോത്ത് വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. ക്യാഷ് ഫ്ലോ ടൈറ്റ് ആയേക്കാം. വരവ് കുറച്ച് കമ്മിയാവും. ഓൾഡ് ക്ലയൻസ് വഴി എന്തായാലും ഇൻകം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. മാർച്ച് ലാസ്റ്റ് വീക്കിൽ കുറച്ച് ലാഭത്തിൻ്റെ സൂചനയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പാർട്ട്ണർഷിപ്പ് ഡീല് മാർച്ച് സെക്കൻഡ് ഹാഫിൽ മാത്രമാണ്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് എന്തായാലും മാർച്ച് മാസത്തിൽ നല്ല കൂടുതൽ തന്നെയായിരിക്കും. ഫാമിലി, ട്രാവൽ, മെഡിക്കൽ ഇതിൻ്റെ ഒക്കെ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. മാർച്ച് 20 ശേഷം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കടമൊക്കെ ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. കടമാർക്ക് കൊടുക്കുകയും ചെയ്യരുത്. ശമ്പളം കിട്ടിയാൽ ആദ്യത്തെ ഒരു 10-15 ദിവസത്തേക്ക് ഒന്നും വാങ്ങാൻ പാടില്ല. നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം പർച്ചേസ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോണ് ഇതെല്ലാം മാർച്ച് അവസാനത്തേക്ക് മാത്രം ചെയ്യുക. റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ഹാഫിൽ ഈഗോ ക്ലാഷ് ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എന്തായാലും ഉണ്ടാവും. ഇമോഷണലി എന്തായാലും ഡിസ്റ്റൻസ് ആവും. സെക്കൻഡ് ഹാഫിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും ഉണ്ടാവും. ഇണച്ച ബ്രേക്കപ്പ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സ്റ്റെബിലിറ്റി തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സിംഗിൾ ആണെങ്കിൽ പഴയ കോണ്ടാക്റ്റ് റീകണക്റ്റ് ആവും. അത് പ്രണയമാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോൾ തന്നെ എടുത്തു ചാടി അതിനൊരു തീരുമാനം പറയുകയും വേണ്ട. അതെന്തായാലും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകുന്നത് നല്ലത്. വർക്ക് പ്ലേസ് വഴി പുതിയൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാമിലി നോക്കുകയാണെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടുന്നുണ്ട്. വീട്ടുകാരുടെ ഹെൽത്ത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലെന്തായാലും ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യം നന്നായിട്ട് ഉണ്ട്. ആരോഗ്യം നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് നന്നായിട്ട് വരും. ആങ്സൈറ്റി അതുപോലെ തന്നെ ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ഉറങ്ങുക. കുറച്ച് കൂടുതൽ സമയം ഉറങ്ങുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കഴുത്ത്, തല, ഹോർമോണൽ ഇഷ്യൂസ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് മെഡിറ്റേഷനോ നടത്തമോ ശീലക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും.